ഹായ് എവരിവൺ. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ മോണിറ്ററി ഫങ്ഷൻസ് ഓഫ് RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോൺ മോണിറ്ററി ഫങ്ഷൻസിനെ കുറിച്ചാണ്. അതിൽ സെബി സെക്യൂരിറ്റി ബോർഡിൻ്റെയും അതിൻ്റെ ഫങ്ഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. Non-monetary functions are related with the supervisory functions, promotional functions, and developmental functions performed by Reserve Bank of India. നമ്മൾ നോൺ മോണിറ്ററി ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് സൂപ്പർവൈസറി ഫങ്ഷൻ, ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഫങ്ഷൻസിൻ്റെ സൂപ്പർവൈസറി, അതേപോലെ തന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, റൂറൽ ബാങ്കിൻ്റെയൊക്കെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് എന്നീ കാര്യങ്ങളാണ് നോൺ മോണിറ്ററി ഫങ്ഷൻസിൽ വരുന്നത്. മെയിൻലി ഫസ്റ്റ് വൺ സൂപ്പർവൈസറി ഫങ്ഷൻ. സൂപ്പർവൈസറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ RBI ആക്ട് 1934 പ്രകാരം, അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഹാവ് ബീൻ ഗിവൺ RBI wide powers to supervision and control over all scheduled bank relating to licensing and establishment, branch expansion, liquidity of their asset management and methods of working. നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെയും അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്കിൻ്റെയും അവരുടെ ലൈസൻസിങ്, അവരുടെ വർക്കിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ബ്രാഞ്ച് എക്സ്പെൻഷൻ, അതിൻ്റെ വർക്ക്, അവരെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തീരുമാനമെടുക്കാനുള്ള സൂപ്പർവിഷറി ഫങ്ഷനാണ് ഫസ്റ്റ് വൺ. അതായത് സൂപ്പർവിഷറി ഫങ്ഷനിൽ അണ്ടറിൽ വരുന്നത് 1934 RBI ആക്റ്റും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1941 പ്രകാരവും അതിൻ്റെ ബ്രാൻഡിങ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ, ലിക്വിഡിറ്റി ഓഫ് ദെയർ അസറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് RBIയുടെ സൂപ്പർവൈസറി ഫങ്ഷൻ. ഓക്കെ. സെക്കൻഡ് വൺ പ്രൊമോഷണൽ ഫങ്ഷൻ. പ്രൊമോഷണൽ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ RBI അതിൻ്റെ റിപ്പോ നിരക്ക് കൂട്ടി, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് കൂട്ടി എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടെയായിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ ഗ്രാൻഡിങ് ഓഫ് റൂറൽ ക്രെഡിറ്റ്, പ്രൊവിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് റിലേറ്റഡ് വിത്ത് ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് മാറ്റേഴ്സ്. പ്രൊമോഷണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, റൂറൽ ബാങ്കുകളുടെ ക്രെഡിറ്റ് സിസ്റ്റമൊക്കെ പലപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ട്, മാറ്റം വരുത്തിക്കൊണ്ടൊക്കെ പേപ്പറുകളിൽ വരാറുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ്, ലോണ് അനുവദിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൂട്ടിക്കൊണ്ടൊക്കെ, അതേപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, കളക്ഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് റിലേറ്റഡ് വിത്ത് ഫിനാൻഷ്യൽ എക്കണോമിക്സ് മാറ്റർ. രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളുടെ ഡാറ്റകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പബ്ലിക്കേഷൻസ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോഷണൽ ഫങ്ഷൻസിൽ വരുന്നത്. ദ ഫോളോയിങ് ആർ ദ മേജർ പ്രൊമോഷണൽ സ്റ്റെപ്സ് ടേക്കൺ ബൈ RBI. മേജർ ആയിട്ട് എടുക്കുന്ന സ്റ്റെപ്സ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനായിട്ട് എടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദ ബിൽ മാർക്കറ്റ് സ്കീം ഇൻ 1942. 1942 ബിൽ മാർക്കറ്റ് സ്കീം എന്ന് പറഞ്ഞിട്ട് RBI ഇറക്കുന്നത്. ഇറ്റ് ഹാസ് ടേക്കൺ അപ്പ് keen interest to establishing specialized institutions such as Industrial Finance Corporation of India, State Financial Corporation, Industrial Development Bank of India, Unit Trust of India, Deposit Instruments. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഇത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് RBI പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനായിട്ട് രൂപീകരിച്ചു എന്നുള്ളതാണ്. റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയൽ ഫിനാൻസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, അതുപോലെ തന്നെ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രൊമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന രൂപത്തിൽ അവരെന്ത് ചെയ്തു, പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് RBI ഇൻസ്റ്റിറ്റ്യൂഷൻസ് രൂപീകരിച്ചു എന്നുള്ളതാണ്. ഇറ്റ് പ്രൊമോട്ടഡ് റീജിയണൽ റൂറൽ ബാങ്ക്. RBI എന്ത് ചെയ്തു, റൂറൽ ബാങ്കുകളുടെ പ്രൊമോട്ട് ചെയ്തു. പ്രൊമോട്ട് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഇൻ ജൂലൈ 1988 നാഷണൽ ഹൗസിംഗ് ബാങ്ക് രൂപീകരിച്ചു. അതേപോലെ തന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇറ്റ് പ്രൊമോട്ട്സ് ടു കണ്ടക്ട് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ബാങ്കിങ്.
നെക്സ്റ്റ് ഈസ് ഇവോൾവിങ് ദ റോൾ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് റൂറൽ ആർ ബി ഐ എടുക്കുന്ന റോളുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് നമ്മൾക്കറിയാം the RBI has over the years of responding to changing the economic circumstances and organizational developments. Rapid reforms in central banking law and governance in the last 2 decades imparted some autonomy to the central bank de facto, particularly in the areas of monetary management and financial regulation. Banking supervision continues to be the RBI, but it has been accorded to a distinct semi-independent status. നമ്മൾക്കറിയാം ബോർഡ് ഓഫ് ഫിനാൻഷ്യൽ സൂപ്പർവിഷൻ, അതേപോലെ തന്നെ കമ്മിറ്റി സെൻട്രൽ ബോർഡ് ഓഫ് ആർ ബി ഐ എന്നുള്ളതൊക്കെ 1994 സെറ്റപ്പ് ചെയ്ത് നമ്മുടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ആർ ബി ഐ റീസെൻ്റായിട്ട് ചെയ്ത 2 കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് തന്നെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്മെൻറ്റ് ഫോറം എന്നൊക്കെ പറഞ്ഞ് രൂപീകരിച്ചു. Legislative measures in the recent past, Reserve Bank of India Amendment Act 2006 never relates to greater flexibility to RBI in regard to cash reserve requirements. നമ്മൾ ആ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ്സിൻ്റെ നിയമങ്ങളെ കൂടുതൽ ലഘൂകരിച്ചുകൊണ്ടാണ് ആർ ബി ഐ ലാസ്റ്റ് ഡിക്കേഡ്സിൽ നമ്മളെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് articulate the hierarchy of objectives in given context, impart transparency through enhanced communication, emphasize participative nature in decision making, its activities including monetary management through advisory committees. നമ്മുടെ മോണിറ്ററി മാനേജ്മെൻറ്റ് അതേപോലെ തന്നെ അഡ്വൈസറി കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ സുതാര്യമാക്കി എന്നുള്ളതാണ്. Move towards greater autonomy in operation relating to monetary policy while ensuring harmony to macro policies in coordination with the government. ഗവൺമെൻറ്റിനുമായി കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ മാക്രോ എക്കണോമിക് പോളിസീസൊക്കെ രൂപീകരിച്ചു തുടങ്ങി എന്ന്. Next is improvement in trading infrastructure. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആർ ബി ഐ ഒരുപാട് സഹായിച്ചു. ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് പ്രാക്ടീസസ് ആൻഡ് ഗ്രേറ്റർ ട്രാൻസ്പാരൻസി പ്രൊഡൻഷ്യൽ നോംസ് were introduced early in the reforms of phase, followed by interest rate deregulation and gradual lowering of statutory preventions. നമ്മുടെ ട്രേഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ അതേപോലെ തന്നെ അതിൻ്റെ സെറ്റിൽമെൻറ്റ്സിലൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർ ബി ഐ അതിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളെ കൂടുതൽ സുതാര്യമാക്കി എളുപ്പമാക്കി എന്നുള്ളതാണ്. ഓക്കെ. റിസർവ് ബാങ്ക് റെഗുലേറ്റ്സ് ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓഫ് സേവിങ് ബാങ്ക് അക്കൗണ്ട്സ്. റിസർവ് ബാങ്ക് നമ്മുടെ സേവിങ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്ത് ചെയ്തു, റെഗുലേറ്റ് ചെയ്ത് കൂട്ടി. അതേപോലെ തന്നെ ആൻഡ് ഡെപ്പോസിറ്റ് ഓഫ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ NRIസിൻ്റെ സ്മോൾ ലോൺസ് അപ് ടു ₹2 lakh, എക്സ്പോർട്ട് ക്രെഡിറ്റ് ആൻഡ് ഫ്യൂ അതർ കാറ്റഗറീസ് ഇൻ അഡ്വാൻസസ്. നെക്സ്റ്റ് ഇസ് ആർ ബി ഹാസ് സെറ്റപ്പ് ദ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ആർ ബി ഐ എന്ത് ചെയ്തു, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഇൻഷുറൻസ് അതേപോലെ തന്നെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻസ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് സ്മോൾ ഡെപ്പോസിറ്റേഴ്സ്. സ്മോൾ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഷുറൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തു തുടങ്ങി. ഓക്കെ. ഇനി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയെക്കുറിച്ചാണ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്. നമ്മൾ കൂടുതലായിട്ട് പത്രമാധ്യമങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഒരു വേർഡാണ് സെക്യൂരിറ്റി ബോർഡ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്ന് പറയുന്നത്. ഓക്കെ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വേർ continue to be regulated directly under the government of India under powers conferred in terms of the Securities Contract Regulation Act 1956. In light, the premium or issue equity shares issued through the primary market was done in the accordance of the Capital Issue Control Act 1947.
സെബി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സെബി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഏപ്രിൽ 12, 1948. അതേപോലെ തന്നെ 1992 ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് സെബി മാറുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെബിയെ രൂപീകരിച്ചു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും അതേപോലെ തന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ചിലെയും കള്ളത്തരങ്ങളെ ഇല്ലാണ്ടാക്കാൻ, അഴിമതികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതിലുള്ള തട്ടിപ്പുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റോക്ക് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്ത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒന്ന് രൂപീകരിക്കുന്നത്. 1988 അത് സെബി ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നത് 1992. ഓക്കെ. The Government of India through a gazetted notification declared the powers of conferred under the Securities Contract Regulation Act 1942 to SEBI in September 1994. The regulatory powers of the SEBI was increased through the Security Laws Amendment. Security Laws Amendment ചെയ്തുകൊണ്ട് സെബിയുടെ പവർ കൂടുതലായിട്ട്, റെഗുലേറ്ററി പവർ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു in 1995, which was subsequently replaced by Act of Parliament. The government passed Depositories Act in 1996. ഇനി റീസൺസ് ടു ഫോം സെബി രൂപീകരിക്കാനുണ്ടായ കാരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ മാനിപ്പുലേഷൻസ്, സെക്യൂരിറ്റി പ്രൈസിലുണ്ടാകുന്ന കമ്പനീസ് വരുത്തുന്ന മാനിപ്പുലേഷൻസ്, അതുപോലെ തന്നെ ഇൻസൈഡർ ട്രേഡ്, പ്രൈസ് റിജിങ്, ഡിലേ ഇൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന ഒരു ബോർഡ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാനുണ്ടായ കാരണങ്ങൾ. ഇനി അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ്. നമ്മൾ ബ്രോക്കേഴ്സിൻ്റെ, അതായത് നമ്മൾക്കറിയാം ബ്രോക്കേഴ്സ് വിളിക്കുന്നത് മിഡീവൽ ആയിട്ട്, മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന, ആരാണോ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത് ആ കമ്പനിയുടെയും ആരാണോ സെക്യൂരിറ്റി മേടിക്കുന്ന ആൾ, അവരുടെയും ഇടയിലുള്ള ആളെയാണ് നമ്മൾ ബ്രോക്കർ എന്ന് പറയുന്നത്. അവർക്കിടയിലുള്ള ഒരു കൺട്രോൾ, ആ ഒരു ബ്രോക്കേഴ്സിൻ്റെ അടുക്ക് ഇല്ലാതിരുന്ന ഒരു കൺട്രോൾ, അതെല്ലാം സെബി രൂപീകരിക്കാനുള്ള ഒരു കാരണമായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. എന്തൊക്കെയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്നതാണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സെബി ഈസ് ടു പ്രൊമോട്ട് ഹെൽത്തി ആൻഡ് ഗ്രോത്ത് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആൻഡ് സെക്യൂർ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ. ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഹെൽത്തി ആൻഡ് ഗ്രോത്ത് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഗ്രോത്തുമാണ് സെബിയുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. മറ്റുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. Another objective of the SEBI is to ensure fair practice by the issue of securities like companies so that they can raise the required resources with minimum cost. ഫെയർ പ്രാക്ടീസസ്, നീതി ഉള്ള, അതായത് സത്യമുള്ള അല്ലെങ്കിൽ നിയമത്തിനനുസൃതമായിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിൽ നിയമത്തിനനുസൃതമായിട്ടുള്ള ഒരു പ്രാക്ടീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് സെബിയുടെ അടുത്തൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അതിലൂടെ കമ്പനീസിന് മിനിമം കോസ്റ്റിൽ അവർക്ക് വേണ്ട റിസോഴ്സസ് കളക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇനി പ്രൊമോഷൻ ഓഫ് ഫിസിക്സ് സർവീസസ് ബൈ ബ്രോക്കേഴ്സ് ആൻഡ് മാറ്റേഴ്സ് കണക്റ്റഡ് ദർ വിത്ത് ദ ഇൻസിഡൻ്റൽ ദർ ടു. ഇനി ഫങ്ഷൻസ് ഓഫ് സെബി. എന്തൊക്കെയാണ് സെബിയുടെ ഫങ്ഷൻസ് എന്നുള്ളതാണ്. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ബോർഡ് ഓഫ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ഒബ്ജക്റ്റീവ്സിലും ഇത് രൂപീകരിക്കാനുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സെബിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. റെഗുലേറ്റിംഗ് ദ ബിസിനസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. റെഗുലേറ്റ് ചെയ്യുക, എന്തിനെ?
സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും അതേപോലെ തന്നെ അതർ സെക്യൂരിറ്റി മാർക്കറ്റുകളെയെല്ലാം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രജിസ്റ്ററിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ രജിസ്റ്റർ ചെയ്യുക, അതേപോലെ തന്നെ അവർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ്, പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്. ഇത്രയെല്ലാമാണ് അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട്, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇസ് പവേഴ്സ്. എന്തൊക്കെയാണ് സെബിയുടെ പവർ എന്തൊക്കെയാണെന്നുള്ളത്? കാൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺസ് ഫ്രം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. പീരിയോഡിക്കലായിട്ടുള്ള റിട്ടേൺസ്, അതേപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് റിട്ടേൺസ് തിരിച്ചു വിളിക്കാനുള്ള അധികാരം സെബിക്കുണ്ട്. അതേപോലെ തന്നെ കാൾ ആൻഡ് എനി എക്സ്പ്ലനേഷൻ ഓർ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി അഫയേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓർ മെമ്പേഴ്സ് ഫ്രം ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ മെമ്പേഴ്സ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഏത് തരത്തിലുള്ള മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സംശയങ്ങൾക്കും എക്സ്പ്ലനേഷൻ ചോദിക്കാൻ സെബിക്ക് പവറുണ്ട് എന്നുള്ളതാണ്. ടു കമ്പൽ പബ്ലിക് കമ്പനീസ് ടു ലിസ്റ്റ് ദെയർ ഷെയർസ്. പബ്ലിക് കമ്പനീസിൻ്റെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. To give direction to stock exchanges in general or stock exchange in make rules or to amend the rules. സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഡയറക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതിലുള്ള നിയമങ്ങളെ അമെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ സെബിയുടെ പവറാണ്. ടു സൂപ്പർസൈഡ് ദ ഗവേണിംഗ് ബോഡി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദ സസ്പെൻഡ് ദ ബിസിനസ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട സെബിയുടെ പവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് സെബി. സെബി എന്നതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. ഫസ്റ്റ് വണ് ഒരു ചെയർമാനാണ്. സെബി ആക്ട് പ്രൊവൈഡ്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് കൺസിസ്റ്റിംഗ് ഓഫ് 6 മെമ്പേഴ്സ്. 6 മെമ്പേഴ്സാണ് നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ ഉള്ളത്. ഫസ്റ്റ് വൺ ചെയർമാൻ, 2 members from amongst the official of the ministries of the central government dealing with the finance. ഫിനാൻസ് മിനിസ്ട്രിയിൽ നിന്ന് 2 പേര്. അതുപോലെ തന്നെ 1 member from the amongst the officials of the Reserve Bank of India. RBIയിൽ നിന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു ഒഫീഷ്യൽ. പിന്നെ 2 other members appointed by the central government. 2 മെമ്പേഴ്സ് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന 2 മെമ്പേഴ്സ്. അങ്ങനെയുള്ള 6 ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നത്. ഒരു ചെയർമാന്, അതുപോലെ തന്നെ 2 മെമ്പേഴ്സ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഒരു മെമ്പർ RBIയിൽ നിന്ന്, മറ്റു 2 മെമ്പറെ ഗവൺമെൻറ് നിയമിക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി General Superintendents. The General Superintendents and direction and management of the affairs of the Board of shall vest in Board of members, which may exercise all powers and do all acts and do things which may be exercised or done by the Board. The chairman shall also have powers to general superintendents and direction of the affairs of the board and may also exercise all powers, do all act the things. ഈ 6 മെമ്പേഴ്സിനായിരിക്കും സെബിയുടെ വർക്കിംഗ്, അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ മാനേജ്മെൻറ്റ്, ജനറൽ സൂപ്പറിൻറ്റൻഡൻസ്, ഇതെല്ലാം സംബന്ധിക്കുന്നത് ഈ ബോർഡ് മെമ്പേഴ്സിലായിരിക്കും. ചെയർമാൻ ആയിരിക്കും അതിൻ്റെ മെയിൻ അധികാരം എന്നുള്ളത്. സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ അമെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുന്നതും അതിൻ്റെ റൂൾസിൽ മാറ്റം വരുത്തുന്നതും എല്ലാം ഈ ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കും എന്നതാണ്. നെക്സ്റ്റ് സെബി ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. സെബിയും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം. സെബി റിസീവ് ഗ്രാൻഡ് ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ് ടു കണ്ടക്ട് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. സെബിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സെബിയുടെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ആൾസോ കളക്ട് ഫീസ്, ചാർജസ് എക്സെട്ര. സെബി എന്തും കൂടി ചെയ്യുന്നുണ്ട്, അവർ
ഫീസ് കളക്ട് ചെയ്യുന്നുണ്ട്, ചാർജസ്. എ ഫണ്ട് കാൾഡ് ജനറൽ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഓൾ ദ ഗ്രാൻസ് ആൻഡ് ഫീസ് ചാർജസ് ആർ ക്രെഡിറ്റഡ് ഇൻ ദിസ് അക്കൗണ്ട്. എല്ലാ ചാർജസും ജനറൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ആവുന്നത് എന്നുള്ളതാണ്. പേ സാലറീസ് ടു ദി സ്റ്റാഫ്, റെമ്യൂണറേഷൻ ടു ദി ഓഫീസേഴ്സ്, മെമ്പേഴ്സ് ബോർഡ് എക്സെട്ര. നെക്സ്റ്റ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റ്. സെബിയുടെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ദ ആക്ടിവിറ്റീസ് ആർ ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് സച്ച് ആസ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. 4 എണ്ണമായിട്ടാണ് സെബിയുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെ തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ദ സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ദ മെർജേഴ്സ് ആൻഡ് റെക്വിസിഷൻ റിസർച്ച് ആൻഡ് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ്, ദ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളാണ് എന്ത് ചെയ്യുന്നത്, സെബിയുടെ കീഴിലുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഡയറക്ടർ ഹെഡ് ഉണ്ടായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഈസ് പ്രൈമറി ആൻഡ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൈമറി ആൻഡ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണെന്നുള്ളത്, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് വിത്ത് ദ പോളിസി മാറ്റേഴ്സ് ആൻഡ് റെഗുലേറ്ററി ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്രൈമറി മാർക്കറ്റ്, രജിസ്ട്രേഷൻ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് ആൻഡ്. പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ഇഷ്യൂസ്, പ്രൈമറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്, അതുപോലെ തന്നെ കമ്പനികളുടെ രജിസ്ട്രേഷൻ, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ, ഇത്രയും കാര്യങ്ങളിലാണ് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ടു ആഫ്റ്റർ ദ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് വരുന്നത് ഇറ്റ് ആൾസോ ഡീൽസ് വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ. ഇത് മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് മാറ്റേഴ്സ് റിലേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ. ദി ഇഷ്യൂ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ വെറ്റിംഗ് ഓൾ പ്രോസ്പെക്ട്സ് ആൻഡ് ലെറ്റേഴ്സ് ഓഫ് ഓഫർ ഫോർ പബ്ലിക് ഇഷ്യൂസ്. പബ്ലിക് ഇഷ്യൂസിന് അതേപോലെ തന്നെ റൈറ്റ് ഇഷ്യൂസ് കോർഡിനേറ്റിംഗ് വിത്ത് ദ പ്രൈമറി മാർക്കറ്റ് പോളിസി ഫോർ ഓരോ കമ്പനികളുടെയും ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് എല്ലാം നിയന്ത്രിക്കുന്നത് ദി ഇഷ്യൂ ആൻഡ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നെക്സ്റ്റ് ഈസ് ദി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ദ മെർജേഴ്സ് ആൻഡ് റെക്വിസിഷൻ റിസർച്ച് ആൻഡ് പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രെയിംസ് പോളിസീസ് ഫോർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതിൻ്റെ മാറ്റേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലുക്സ് ആഫ്റ്റർ ഓൾ ലീഗൽ മാറ്റേഴ്സ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദി ജനറൽ കൗൺസിൽ. ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറ്റ് ക്യാരീസ് ഔട്ട് ദ ഇൻസ്പെക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദ സൂപ്പർവിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു RBI അല്ലെങ്കിൽ സെബി അവരുടെ സെക്യൂരിറ്റി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ഒരു പബ്ലിക്കേഷൻസ് പുറത്തിറക്കും. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേത് ഇതുപോലെയുള്ള മറ്റുള്ള കമ്പനികളുടെ, നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ, അവർ അതിലെന്തെങ്കിലും അഴിമതികൾ നടത്തുന്നുണ്ടോ, എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെബി ഗൈഡ് ലൈൻസ്. എന്തൊക്കെയാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് എന്നുള്ളത്? SEBI has issued a number of guidelines related to primary market, secondary market and mutual funds, merchant bankers, financial instruments, employee stock options and stock purchase. The SEBI has first stated the issue of guidelines for merchant bankers. അതായത് സെബി ഓരോ
സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിന്, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്, മാർക്കറ്റ് ഷെയറുകൾ, മർച്ചൻ്റ് ബാങ്കേഴ്സ്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും സെബി എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡ് ലൈൻസ് ഇറക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള ഫങ്ഷൻസിന് വേണ്ടിയിട്ട്, രജിസ്ട്രേഷന് വേണ്ടിയിട്ട്, അണ്ടർ റൈറ്റേഴ്സിനുള്ള ഇതെല്ലാം സെബി എന്ത് ചെയ്യുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സെബി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. സെബി ഹാസ് ടേക്കൺ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ്. ഇറ്റ് ഈസ് ദ മേജർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സെബി. നമ്മൾ പഠിച്ചു കഴിഞ്ഞു മേജർ ഒബ്ജക്റ്റീവ്സ്, മേജർ ഫങ്ഷൻസ്, ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സെബി എടുത്തിട്ടുള്ള മേജറായിട്ടുള്ള സ്റ്റെപ്പുകൾ: ന്യൂ ഇഷ്യൂസ്. The offer document of an issuing company should contain true, fair, full and adequate material information. It would help the investors to take appropriate decision on the investment. അതായത് ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ന്യൂ ഇഷ്യൂ വരുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും കമ്പനി ഷുഡ് എന്തായിരിക്കണം, ഡീറ്റെയിൽ ആയിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പരസ്യപ്പെടുത്തിയിരിക്കേണ്ടത് എന്നുള്ള സെബിയുടെ നിയമം തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുത്തിട്ടുള്ളത്. 2, കമ്പനീസ് എൻട്രിങ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ആർ റിക്വയർഡ് ടു advertise in the newspaper and required to give announcement regarding the proposed issue of capital. കമ്പനി ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ പേപ്പറിൽ അഡ്വർടൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ഒരുപാട് പ്രൊട്ടക്ഷൻ, ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. ദർ ഷുഡ് ബി നോ ഡിലേ ടു റീഫണ്ട് ഓർ ഡിസ്പാച്ച് ദ ഷെയർ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ സമയം കൂടുതൽ എടുക്കാനും നമ്മൾ പാടില്ല എന്നുള്ള കമ്പനീസ് പാടില്ല. Next is directions. SEBI has provided number of guidelines to relating to issues. The board may pass certain direction to the concerned parties in the interest of the security market and in the interest of the investors if these guidelines are violated. SEBI ഇഷ്യൂസ്, അതായത് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ വരുന്ന ഇഷ്യൂസിനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ ഇല്ലാണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്പർ ഓഫ് ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. ബോർഡ് മേ പാസ് സർട്ടൻ ഡയറക്ഷൻ ടു ദി കൺസേൺഡ് പാർട്ടീസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സെക്യൂരിറ്റി മാർക്കറ്റ്. ഓക്കെ, ആൻഡ് അതിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പിഴ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട്, അത് വയലേറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡയറക്ഷൻ ടു കൺസേൺഡ് പേഴ്സൺസ് ആർ ഗിവൺ ടു ഓപ്പർച്യൂണിറ്റി ടു ബീങ് ഹിയർഡ്. The concerned persons are directed to refund any money collected under an issue to the investors without requisite interest. അതായത് സെബിയുടെ ഗൈഡ് ലൈൻസിന് അനുസൃതമല്ലാതെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് റീഫണ്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. The concerned stock exchange is directed not list to permit trading in their securities. Other important measures: electronic data filling and retrieval system were made operational in July 2000. This is an automated web-based system for filling, retrieval and dissemination of information relating to cooperators. Benchmarking has been made compulsory for debt-oriented and balanced fund for providing objective analysis of the performance of the mutual fund schemes. Investors education. SEBI has issued a few investors guidelines, advertisement and published books to educate investors. It published a book named Investors' Grievance, Rights and Remedies. Quick reference: the book
ബുക്ക്ലെറ്റ് നെയ്മഡ് എ ക്വിക്ക് റെഫറൻസ് ഗൈഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ടു പബ്ലിഷ് സെബി ടു പ്രൊവൈഡ് ബേസിക് ഇൻഫർമേഷൻ ടു ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ക്വിക്ക് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെബി ഒരു ബുക്ക് പ്രൊവൈഡ് ചെയ്യും. അതെന്താണ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ എല്ലാ സംശയങ്ങൾക്കും അതേപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ റിസ്ക് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ഹാസ് ടു ബി അസ്യൂംഡ്.